ഡോക്ടർ വർഗീസ് ജോർജ്, രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിയ ബീഹാറിൽ നിന്ന് തന്നെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ, വീണ്ടും കെട്ടിപ്പടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഈ യാത്ര കൊടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു? ബീഹാറിൽ നമുക്കറിയാം RJD ആണ് മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷി. കഴിഞ്ഞ തവണയും RJDയുടെ ശക്തിക്കൊത്ത പ്രകടനം RJD നടത്തിയിരുന്നു. പക്ഷേ അതൊരു ഭരണമാറ്റത്തിലേക്ക് വഴിതെളിക്കാൻ സഖ്യകക്ഷികളുടെ കൂടി ശക്തിക്കുറവ് ഒരു കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാലും ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ അരങ്ങായി മാറാൻ പോവുകയാണോ എന്ന് തോന്നുന്നു? ശരിയാണ് അഭിലാഷ്. കോൺഗ്രസ്സിന് അവിടെ ഒരു 9% വോട്ടാണുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് RJDക്ക് 22% വോട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ യാത്ര കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ടാണ് ആരംഭിച്ചതെങ്കിലും അത് അവസാനിച്ചപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മൂവ്മെൻ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 18ാം ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന അസംബ്ലി ഇലക്ഷൻസിൽ ഇന്ത്യ മുന്നണിക്ക് ഒരുമിച്ച് ജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഡൽഹിയിൽ പരാജയപ്പെട്ടു, ഹരിയാനയിൽ പരാജയപ്പെട്ടു, ഛത്തീസ്ഗഡിൽ പരാജയപ്പെട്ടു, മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു. ഈ പരാജയങ്ങളെല്ലാം ഉണ്ടായത് ഇന്ത്യ മുന്നണിയുടെ അനൈക്യം കൊണ്ടാണ്. എന്നാൽ ബീഹാറിൽ ഇതിൽ നിന്ന് വ്യതിരിക്തമായി ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം ഒരുമിപ്പിച്ച് നിർത്താൻ അവിടുത്തെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. RJD, കോൺഗ്രസ്, CPI, CPIM, CPIML എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാഗഠബന്ധൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് അതൊരു ഫോർമിഡബിൾ ഫോഴ്സാണ്. എതിർവശത്തുള്ളത് ഒരു ഫോർമിഡബിൾ ഫോഴ്സ് തന്നെയാണ്. BJP, JDU, LJP എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സഖ്യമാണ്. പക്ഷേ 18ാം ലോക്സഭാ ഇലക്ഷന് ശേഷം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇത്ര ആവേശപൂർവ്വം ഒരുമിച്ച് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും BJP, JDU, LJP മുന്നണി ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഈ ഒരു ഐക്യം കൊണ്ട്. രണ്ടാമത്തെ അതിൻ്റെ ഒരു പോളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം തന്നെയാണ്. രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ വോട്ട് പ്രശ്നം ഉന്നയിച്ചതിന് ശേഷം ബീഹാറിലേക്ക് വരികയാണ്. ആ വരവ് തന്നെ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു ബീഹാറിലെ ആകെ ജനസംഖ്യയുടെ 7%, ഔദ്യോഗികമായിട്ട് അവർ പറയുന്ന 65 ലക്ഷം പേരെ ഒഴിവാക്കി എന്നുള്ളതാണ്. പരമാവധി ആളുകളെ വോട്ട് ചേർത്ത് വിജയിപ്പിക്കുക, ഇലക്ട്രൽ പ്രോസസ്സിൽ പങ്കെടുപ്പിക്കുക എന്നതിന് പകരം ദ റൂറൽ പൂവർ, മൈഗ്രൻസ്, ന്യൂനപക്ഷങ്ങൾ, കുടിയേറ്റക്കാർ, ദരിദ്രർ, ഇവരെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. കർണാടകയിൽ നടത്തിയത് വ്യാജ വോട്ടർമാരെ ചേർത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ ബീഹാറിൽ പരമാവധി വോട്ടർമാരെ, പാവപ്പെട്ടവരെ ഒഴിവാക്കുക എന്നുള്ള തീരുമാനമാണ് എടുത്തത്. അതിനെതിരെ നമ്മുടെ ഇലക്ട്രൽ പോളിറ്റിക്സിൽ എല്ലാവർക്കും 1 person 1 vote എന്നുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉറപ്പിക്കണം എന്നുള്ള ഒരു സ്ലോഗൻ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ ഡെമോക്രസിയെ ബാധിക്കുന്ന ഒരു മൗലിക പ്രശ്നം രാഹുൽ ഗാന്ധി ഉയർത്തിയെന്നുള്ളതും ഈ യാത്രയുടെ ഒരു പ്രാധാന്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഒക്ടോബർ മാസത്തിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ അധികാര യാത്ര, പ്രത്യേകിച്ചും ബീഹാറിൽ വലിയ സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ പോലും, ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പോലും അതിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് വളരെ സഹായകരമാണ്. അവരുടെ വിജയത്തിനും അത് സഹായിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്ക് വരാം.